നമസ്കാരം, സൈക്കോപാത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ വീഡിയോകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിലുള്ള ബെല്ലൈക്കൺ അമർത്തുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. ഇന്നത്തെ നമ്മളുടെ വീഡിയോ I2C ഡിസ്പ്ലേയിൽ എങ്ങനെ പ്രോഗ്രാം ചെയ്യാമെന്നുള്ളതാണ്. അപ്പം I2C ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ I2C എന്നും ചിലവർ പറയും. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വെറും 2 വയറുകൾ ഉപയോഗിച്ചുകൊണ്ട് സുഖമായി പ്രോഗ്രാം ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് Arduino വെച്ച്. അപ്പോൾ അതിലൊരു ക്ലോക്കും ഡാറ്റയും, ക്ലോക്കിനായിട്ടൊരു പിന്നും ഡാറ്റയ്ക്കായിട്ടൊരു പിന്നും ഉണ്ട്. അപ്പം അത് വെച്ചാണ് നമ്മൾ ഡാറ്റ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ഈ ഡിസ്പ്ലേക്ക് വേണ്ടി മാത്രമല്ല, മറ്റ് പല സാധനങ്ങൾക്കും ഈ പറഞ്ഞ I2C മെത്തേഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം നമ്മൾ ഡിസ്പ്ലേയുടെ മാത്രമാണ് ചെയ്യുന്നത്. ഒരുപാട് ആൾക്കാർ നമുക്ക് റിക്വസ്റ്റ് ചെയ്തായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ആദ്യം നിങ്ങൾക്ക് ഈ സാധാരണ ഡിസ്പ്ലേയും I2C ഡിസ്പ്ലേയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മൾ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധാരണ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേയിലായിരുന്നെന്നുണ്ടെങ്കിൽ നമുക്കൊരു 7 പിന്നോളം മിനിമം പ്രോഗ്രാമിങ്ങിന് വേണ്ടി വരുമായിരുന്നു. അപ്പം ഈ ഒരു ഡിസ്പ്ലേയിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്ന എപ്പിസോഡൊക്കെ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളെല്ലാം കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ വീഡിയോയിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാകത്തുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ ആ വീഡിയോയിലെ എല്ലാ സെയിം കമാൻഡുമാണ്, അല്ലെങ്കിൽ ആ ചെയ്തിരിക്കുന്ന വീഡിയോയിലെ എല്ലാ കമാൻഡും നമ്മൾ ഇവിടെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഈ ഒരു കാര്യത്തിനുള്ളൂ. അപ്പോൾ ഇതാണ് ആ ഒരു ഡിസ്പ്ലേ. ഓക്കെ, ഈ ഡിസ്പ്ലേ അങ്ങോട്ട് മാറ്റി വെച്ചു. നമ്മൾ ഇതിലല്ല ചെയ്യുന്നത്, നമ്മുടെ I2Cയിലാണ് ചെയ്യുന്നത്. അപ്പോൾ I2C ഡിസ്പ്ലേ നോക്കുമ്പോൾ അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട നോർമൽ ഡിസ്പ്ലേ തന്നെയാണ്. അതിലൊരു അഡീഷണൽ മോഡ്യൂൾ അറ്റാച്ച് ചെയ്യുന്നു. ഇതാണ് I2C മോഡ്യൂൾ. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് ഈ പറഞ്ഞ ബ്രൈറ്റ്നെസ് കൺട്രോൾ ചെയ്യാം. ഈ പിന്നിൽ, ഈ മോഡ്യൂളിന് കുറച്ച് പ്രത്യേകത ഉണ്ട്. ഇവിടെ 4 പിന്നാണ്. ഒരു ഗ്രൗണ്ട്, ഒരു VCC, ഒരു SDA, ഒരു SCL. നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്കത് കാണാം. ഒന്നുകൂടി വ്യക്തമാക്കി ഫോക്കസ് ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് ആ പിന്നുകൾ. അപ്പം നമ്മൾ ഇതിൽ Arduinoയിലെ കണക്ഷൻ എങ്ങനെയാണെന്നാണ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പിന്നെ Arduinoയുടെ ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പിന്നെ ഞാൻ Arduinoയുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ ഇവിടെ പിന്നെയുള്ളൊരു പിന്നാണ് VCC. നമുക്കറിയാം VCC എന്ന് പറഞ്ഞാൽ പിന്നെ ഉറപ്പായിട്ടും Arduinoയുടെ 5 വോൾട്ടിലേക്കായിരിക്കും കണക്ട് ചെയ്യേണ്ടത്. അത് കാരണം ഞാനത് 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ നോക്കിയപ്പോൾ എൻ്റെ LCD ഡിസ്പ്ലേയുടെ I2C തെളിഞ്ഞിട്ടുണ്ട്, LCDയും തെളിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതെന്തെങ്കിലും ആകട്ടെ. പിന്നെയുള്ള 2 പിന്ന്, അപ്പോൾ അതിനെ പറ്റി നമുക്ക് നോക്കണം. നമ്മുടെ Arduinoയിൽ SCLും SDAയും, അതായത് സീരിയൽ ഡാറ്റയും അതുപോലെ സീരിയൽ ക്ലോക്കും എത്രാമത്തെ പിന്നാണെന്ന് നമുക്കറിയില്ല. നമുക്കത് നോക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ജസ്റ്റ് ബ്രൗസറിൽ കയറിയിട്ട് നോക്കിയാണ് Arduino Uno പിൻഔട്ട്സ്. ഓക്കെ, Arduino Uno പിൻഔട്ട്സ് നടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സർക്യൂട്ട്സ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ജസ്റ്റ് ഒരെണ്ണം എടുക്കുന്നു, ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു. ഓക്കെ, ക്വാളിറ്റി ഇല്ല. ഓക്കെ, ക്വാളിറ്റി ഉള്ളൊരു ഇമേജ് ഞാൻ ഡൗൺലോഡ് ചെയ്യട്ടെ. ഇപ്പോൾ ഇവിടെ ഞാൻ നോക്കി. ഇപ്പോൾ ഇവിടെ നോക്കിയപ്പോൾ അത് ഇവിടെ കണ്ടു SDA സീരിയൽ ഡാറ്റ, SCL സീരിയൽ ക്ലോക്ക്. അപ്പോൾ സീരിയൽ ഡാറ്റ എന്ന് പറയുന്നത് A4 എന്ന് പറഞ്ഞ പിന്നിലാണ്. ഓക്കെ, നമുക്ക് എന്നാൽ A4ലേക്ക് കണക്ട് ചെയ്യാം. സീരിയൽ ഡാറ്റ എടുക്കുന്നു. സീരിയൽ ഡാറ്റ SDA പിന്ന് എന്ന് പറയുന്നത് ഞാൻ A4ലേക്കാണ് കണക്ട് ചെയ്യുന്നത്. SCL പിന്ന് അതുപോലെ A5ലേക്ക്. ഓക്കെ, നമ്മുടെ ഡാറ്റയും ക്ലോക്കും കണക്ട് ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഡിസ്പ്ലേ ഏകദേശം വന്നിട്ടുണ്ട്. അപ്പം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇവിടെ ചെറിയൊരു ഇത് കാണാം. നമുക്ക് ബ്രൈറ്റ്നസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ ഒരു സ്ക്രൂ ഡ്രൈവറിൻ്റെ ആവശ്യകതയുണ്ട്. ഞാനൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഇതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിനായിട്ടൊന്നും ചെയ്യേണ്ട, നമ്മൾ ഈ ബാക്കിലൊന്ന് തിരിച്ചാൽ മതി. ഉണ്ടോ? നിങ്ങൾക്കത് ഫോക്കസ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഉണ്ടോ? ബാക്കിൽ തിരിക്കുന്ന അനുസരിച്ച് ഇത് മാറുന്നുണ്ട്. ഞാനിവിടെ കാണാമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, അതെന്തായാലും നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് ചെയ്യാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് വേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഓരോ I2Cക്കും അതിൻ്റെതായ ഒരു അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു അഡ്രസ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ
ഈ പറഞ്ഞ പോലെ പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. എന്ന് വെച്ചാൽ അഡ്രസ്സ് വേണം നമുക്ക് I2C ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. അപ്പോൾ ആ ഒരു അഡ്രസ്സ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനായിട്ട് ഒരു I2C സ്കാനർ ഉണ്ട്. ഇത് നെറ്റിൽ അവൈലബിൾ ആണ്. ഇതിന്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അത് ഞെക്കിയാൽ മതി. അതുപോലെ ഈ സാധനങ്ങളുടെ എല്ലാം ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ I2C സ്കാനർ എടുക്കുക. ഓക്കെ, ഞാൻ എൻ്റെ ഡാർക്ക് മോഡാണ് വന്നത്. ഓക്കെ, അത് മാറ്റാം. ഞാൻ എൻ്റെ നോർമൽ മോഡിലുള്ള എടുക്കാം. I2C സ്കാനർ ഞാൻ ഓപ്പൺ ആക്കുകയാണ്. ഇപ്പം എൻ്റെ I2C സ്കാനർ ഇപ്പോൾ ഓപ്പൺ ആവും. I2C സ്കാനർ ഓപ്പൺ ആവുന്നു. ഞാൻ ടൂൾസിൽ ബോർഡും പോർട്ടും ഒക്കെ കറക്റ്റ് സെലക്ട് ചെയ്തിട്ട് പ്രോഗ്രാം ഒന്ന് അപ്ലോഡ് ചെയ്യുന്നു. പ്രോഗ്രാം അപ്ലോഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സീരിയൽ മോണിറ്റർ എടുക്കാം. ബാൻഡ് റേറ്റ് ഇവിടെ 9600 ആണ്. ഇവിടെ പ്രോഗ്രാമിൽ കിടപ്പുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞ പോലെ 9600 എന്ന് പറഞ്ഞ ബാൻഡ് റേറ്റ് സെലക്ട് ചെയ്യുക. ബോർഡ് റേറ്റ് അപ്പം നമുക്കിത് ഇവിടെ കിട്ടി. I2C സ്കാനിങ് I2C ഡിവൈസ് ഫൗണ്ട് അറ്റ് 0x3F. ഇതാണ് നമ്മുടെ അഡ്രസ്. 0x3F ആണ് നമ്മുടെ അഡ്രസ്. ഈ ഒരു അഡ്രസ്സ് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, ഈ ഒരു അഡ്രസ്സ് ഞാൻ ജസ്റ്റ് കോപ്പി ചെയ്ത് വെക്കുന്നു. എന്നിട്ട് ഇത് ഞാനിപ്പോൾ ഒരു നോട്ട് പാഡിലേക്കോ എങ്ങോട്ടെങ്കിലും നമുക്ക് മാറ്റാം. ഓക്കെ, ഈ ഒരു അഡ്രസ്സ് നമ്മുടെ കയ്യിലിരിക്കട്ടെ. നമുക്ക് ഇത്രയുള്ള ആ ഒരു സ്കാനറിന്റെ ഉപയോഗം. അപ്പോൾ ഈ ഒരു സ്കാനർ ഏതൊരു രീതിയിലും നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഒന്നാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ Arduino സോഫ്റ്റ്വെയർ എടുക്കുന്നു. ഇതിൽ നമുക്ക് I2C ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് I2Cക്ക് ഒരു ഹെഡർ ഫയൽ ഉണ്ട്. ഹെഡർ ഫയൽ എന്ന് പറഞ്ഞാൽ വലിയ പ്രോഗ്രാമുകൾ, I2Cയുടെ വലിയ പ്രോഗ്രാമുകളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ഒരു ഫയലാണ്. അപ്പോൾ അത് ഒരു ഡെവലപ്പർ ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഫയൽ ഈ ഒരു പ്രോഗ്രാമിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ നമ്മുടെ കമ്പ്യൂട്ടറിന് കയറ്റി കൊടുക്കേണ്ടതാണ്. അപ്പം അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു പേരിൽ തന്നെ അനേകം ഹെഡർ ഫയലുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ആ ഒരു ഫയൽ തന്നെ എപ്പോഴും കീപ്പ് ചെയ്യുക, അതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പം ഞാനിവിടെ സ്ഥിരം ഉപയോഗിക്കുന്ന I2Cയുടെ ഹെഡർ ഫയലാണ് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത്. അപ്പം ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പ് ഏതെങ്കിലും I2Cയുടെ ഹെഡർ ഫയൽ ഉപയോഗിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു പ്രശ്നമാകാൻ വഴിയുണ്ട്. അപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ Arduinoയുടെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ട്. അവിടേക്ക് പോവുക നമ്മൾ. അപ്പോൾ അവിടെ ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ സെക്ഷൻ എടുത്ത് കഴിയാൻ നേരത്തെ നമ്മൾ Arduino എന്ന് പറഞ്ഞൊരു ഫോൾഡർ ആണ്. അപ്പോൾ അവിടെ എനിക്ക് കഴിയാൻ നേരത്തെ ലൈബ്രറീസ് ആണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആ ലിക്വിഡ് ക്രിസ്റ്റൽ എന്നും പറഞ്ഞുള്ള സംഗതി കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഡിലീറ്റ് ചെയ്യുക. അത്രയും നമ്മൾ ചെയ്താൽ മതി. ആ സംഗതി ഡിലീറ്റ് ചെയ്താൽ മതി. അത് ഹെഡർ ഫയലാണ്. നിങ്ങളുടെ പണ്ട് നിങ്ങൾ കയറ്റിയിട്ട ലിക്വിഡ് ക്രിസ്റ്റലിന്റെ ഹെഡർ ഫയൽ ആയിരിക്കും അത്. അപ്പോൾ അത് നമുക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സോഫ്റ്റ്വെയർ എടുക്കുക. ഇതാണ് Arduinoയുടെ ലിക്വിഡ് ക്രിസ്റ്റൽ, ന്യൂ ലിക്വിഡ് ക്രിസ്റ്റൽ ലൈബ്രറി. ഇതിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഇതിലേക്ക് ഇൻക്ലൂഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ഈ പറഞ്ഞ സ്കെച്ചിൽ പോകണം. സ്കെച്ചിൽ പോയിട്ട് ഇൻക്ലൂഡ് ലൈബ്രറി എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ആഡ് എ സിപ്പ് ഫയൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഡെസ്ക്ടോപ്പ് സെലക്ട് ചെയ്ത് കഴിയാൻ നേരത്തെ കണ്ടോ ന്യൂ ലിക്വിഡ് ക്രിസ്റ്റൽ, അത് നേരെ ഓപ്പൺ ചെയ്താൽ മതി. ആ ഒരു ഹെഡർ ഫയൽ ഇവിടെ ഇൻക്ലൂഡ് ആവും. ഇനി നമ്മൾ ആ ഒരു ഹെഡർ ഫയലിന്റെ ബേസിൽ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിനെ നമ്മൾ കോൺടാക്ട് ചെയ്യണം. ഞാനിവിടെ ആ ഒരു അഡ്രസ്സ് എഴുതിയിട്ടിട്ടുണ്ട്. ഡബിൾ കോഡ്സ് ഇട്ടേക്കുന്നത്, ഡബിൾ സ്ലാഷ് ഇട്ടേക്കുന്നത് വേറൊന്നിനുമല്ല, അതൊരു മെസ്സേജ് ആണെന്ന് കാണിക്കാനാണ്. അപ്പോൾ ലിക്വിഡ് ക്രിസ്റ്റൽ ഹൈഫൺ ഇട്ടിട്ട് I2C, അതാണ് ആ ഹെഡർ ഫയൽ. ഇതാണ് ഹെഡർ ഫയൽ. ഇത് നമ്മൾ കോൾ ചെയ്യണം. ഇത് കോൾ ചെയ്യണമെങ്കിൽ #include ഇങ്ങനെ ലിക്വിഡ് ക്രിസ്റ്റൽ I2C.h, അതാണ് ഫയലിന്റെ എക്സ്റ്റൻഷൻ. അപ്പോൾ നമ്മൾ ആ ഒരു ഫയലിനെ കോൾ ചെയ്തു. അപ്പോൾ നമ്മുടെ Arduinoയിൽ ആ ഒരു ഫയലിനെ വിളിച്ചു. ഈ ഫയലിന്റെ അകത്തുള്ളതാണ് ഇനി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. നേരത്തെ ചെയ്ത പോലെ തന്നെ ലിക്വിഡ് ക്രിസ്റ്റൽ LCD, ഇതിന്റെ അകത്ത് LCD എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കിയാണ്. അപ്പം ആ ഒരു സെന്റൻസ് നമുക്ക് കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് ജസ്റ്റ് കോപ്പി ആയിട്ടിട്ടുണ്ടാവും. അത് എവിടുന്നേലും എടുത്ത് ഇങ്ങോട്ട് പേസ്റ്റ് ചെയ്യുന്നതാണ് ഞാൻ പൊതുവേ ചെയ്യുന്നത്. ജസ്റ്റ് അതൊന്ന് പേസ്റ്റ് ചെയ്യുക. ഇവിടെ ടൈപ്പ് ദ അഡ്രസ് ഓഫ് യുവർ മോഡ്യൂൾ, അതാണ് ഈ 0x3F. അപ്പോൾ അത് നമ്മൾ അങ്ങോട്ട് പേസ്റ്റ് ചെയ്യുക. അപ്പോൾ അഡ്രസ്സായി. ഈ പറഞ്ഞ പോലെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. അതായത് ഈ ഒരു ലൈൻ നിങ്ങൾ കാണാതെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ എവിടെയെങ്കിലും കോപ്പി ചെയ്ത് വെച്ചാൽ മതി. ഇത് കഴിഞ്ഞാൽ ബാക്കിയുള്ളതെല്ലാം നമ്മളുടെ നോർമൽ LCDയുടെ ഫങ്ഷൻസ് ആണ്. ഇനി നമ്മളിപ്പം LCD.begin നമ്മൾ നേരത്തെ പഠിച്ച പോലെ തന്നെ 16x2. അതിനുശേഷം നമ്മൾ printf അല്ല LCD.print. ഞാൻ ഇടയ്ക്ക് C ചെയ്യുന്ന കാരണമാണ് ഈ printf ഒക്കെ കയറി വരുന്നത്. അപ്പോൾ LCD.print hello അല്ലെങ്കിൽ the Sci-COPATH. ഓക്കെ, the Sci-COPATH എന്നുള്ള പ്രോഗ്രാം എന്താ രീതിയിൽ ഒരു മെസ്സേജ് കൊടുക്കുന്നു.
പോർട്ടും സെലക്ട് ചെയ്യുന്നു. ഈ പ്രോഗ്രാം നമുക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സൈക്കോപാത്ത് ഇവിടെ എന്താവോ മിസ്റ്റേക്ക് ഉണ്ട്. ഓക്കെ, വേറൊന്നുമല്ല, നമ്മളിവിടെ ഡബിൾ കോട്ട്സ് ഇടാൻ മറന്നുപോയി. അങ്ങനെ ചെറിയ മിസ്റ്റേക്ക് ഒക്കെ എല്ലാവർക്കും പറ്റും. ഓക്കെ, അത് നോക്കണ്ട, നമുക്കൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. ഈ ഒരു അഡ്രസ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു അഡ്രസ്സ് വെച്ചാണ് നമ്മളിത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഒന്നിലധികം അഡ്രസ്സ് നമുക്ക് വെച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, നമുക്ക് ഡിസ്പ്ലേ ഒന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പൊക്കി കാണിക്കാം. ഇനിയിപ്പോൾ അർഡിനോ നിങ്ങൾക്ക് കാണേണ്ട കാര്യമില്ലല്ലോ, ഞാൻ ജസ്റ്റ് ഒന്ന് അടിയിലേക്ക് ആക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഡിസ്പ്ലേ മാത്രം കണ്ടാൽ മതിയല്ലോ. അപ്പോൾ അതിനായിട്ട് ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ I2Cയിൽ പ്രോഗ്രാം ചെയ്യുന്ന ഒരു രീതി. ഒരുപാട് ആൾക്കാർ ചോദിച്ചായിരുന്നു, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. അപ്പം ബാക്കിയൊക്കെ നോർമലാണ്. നമുക്ക് ഇതിൻ്റെ കർസർ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ LCD.set കർസർ എന്ന് കൊടുത്താൽ മതി. LCD.set കർസർ നമ്മൾ രണ്ടാമത്തെ ലൈനിലാണ് വരേണ്ടതെന്നുണ്ടെങ്കിൽ 0x1 എന്ന് കൊടുത്താൽ മതി. അതുപോലെ നമുക്ക് LCD ക്ലിയർ ആകണമെന്നുണ്ടെങ്കിൽ LCD.clear കൊടുത്താൽ മതി. അപ്പോൾ നമുക്കെല്ലാം കൂടി ഒരുമിച്ച് നോക്കാം. LCD.clear. ഓക്കെ, ഡിലേ കൊടുക്കാം. ഒരു സെക്കൻഡ് നിന്നിട്ട് നമുക്ക് LCD ക്ലിയർ ആയാൽ മതി എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെ ഡിലേ കൊടുക്കാം. ആദ്യം സൈക്കോപാത്ത് എന്ന് വരുന്നു, അതിന് ശേഷം ക്ലിയർ ആകുന്നു, പിന്നെ ജയശങ്കർ എന്ന് വരട്ടെ. അപ്പോൾ ഓക്കെ, നമുക്ക് ഈ കോഡൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കാം. നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താണ് ഈ ഒരു കാര്യങ്ങളൊക്കെ. നമ്മൾ കസ്റ്റം ക്യാരക്ടർ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, ഇവിടെ രണ്ടാമത്തെ ലൈനിൽ ആദ്യം സൈക്കോപാത്ത് എന്ന് വരുന്നു, പിന്നെ ജയശങ്കർ എന്ന് വരുന്നു. ഓക്കെ, നമുക്കൊന്ന് 3 സെക്കൻഡ് ആക്കി നോക്കാം. അപ്ലോഡ് ചെയ്യുന്നു. ഫസ്റ്റ് ലൈനിൽ സെക്കൻഡ് ലൈനിൽ സൈക്കോപാത്ത് എന്ന് ആദ്യം പ്രിന്റ് ചെയ്യുന്നു. അതിനുശേഷം 3 സെക്കൻഡ് കഴിയുമ്പോൾ ജയശങ്കർ എന്ന് വരുന്നു. ഓക്കെ, I2C ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഒന്നിലധികം ക്ലാസ്സുകൾ ഉണ്ടാക്കാം. ഇപ്പം ലിക്വിഡ് ക്രിസ്റ്റൽ I2C LCD1 LCD2 എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഉണ്ടാക്കാം. അതിൽ അഡ്രസ്സ് മാത്രം മാറ്റിയിട്ടാൽ മതി. നമുക്ക് ഒന്നിലധികം LCDകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു 2 പിന്നിൽ കൂടി. അപ്പൊ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല, ചെയ്യാൻ സാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുപോലുള്ള അർഡിനോ സംബന്ധമായും പ്രോഗ്രാമിംഗ് സംബന്ധമായുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായി ബെൽ ഐക്കൺ കൂടെ ഒന്ന് അമർത്തുക. അപ്പോൾ ഇതിലും നല്ല എപ്പിസോഡുമായി ഇനിയും നമുക്ക് കണ്ടുമുട്ടാം. ഇറ്റ്സ് മീ ജയശങ്കർ JP സൈനിങ് ഔട്ട്. സീ യു.